പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് അവർ വിലയിരുത്തുന്ന പത്തനംതിട്ടയിൽ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സെറ്റിൽമെന്റ് സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യത. ഇത്തവണ ബി.ജെ.പി വളരെയേറെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പല കാര്യങ്ങളും ബി.ജെ.പിക്ക് ഇവിടെ അനുകൂലവുമാണ്. പത്തനംതിട്ടയിൽ നിന്നും ഒരു ബി.ജെ.പി എം പി ഉണ്ടായാൽ ജില്ലയുടെ വികസനത്തിന് കേന്ദ്രം കൈയയച്ച് സഹായിക്കുകയും ചെയ്യും. ശബരിമലയെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പിൽഗ്രിം ഡെസ്റ്റിനേഷനാക്കുക, അതിനുവേണ്ട അടിസ്ഥാന വികസനങ്ങളെല്ലാം വർദ്ധിപ്പിക്കുക, ശബരിമല എയർപോർട്ട് പദ്ധതിയെ കൂടുതൽ വിപുലമാക്കുക, എയിംസ് മാതൃകയിലുള്ള വലിയ ആതുരാലയങ്ങൾ കൊണ്ടുവരിക, റബ്ബറിൽ നിന്നും മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ വരിക, പ്രമുഖ പിൽഗ്രിം ടൂറിസം കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കി പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കുക, മധ്യ തിരുവിതാംകൂറിനെ ഒരു വ്യാവസായിക ഹബ്ബാക്കി മാറ്റുക. അങ്ങനെ പല പല പദ്ധതികളും പൈപ്പ് ലൈനിലുണ്ട് ഒരു എം പിയെ നൽകിയാൽ. പക്ഷേ പത്തനംതിട്ടയിൽ വിജയിക്കണമെങ്കിൽ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇനി ഈ മണ്ഡലത്തെപ്പറ്റി അല്പം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഇനി പറയുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നവയാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ. മൊത്തം ജനസംഖ്യ ഏകദേശം 11,61,000 വരും. ഇതിൽ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷവും. അതേതാണ്ട് 6,81,000 വരും. അതായത് മൊത്തം ജനസംഖ്യയുടെ 56.93% വരും. രണ്ടാം സ്ഥാനത്തുള്ളത് ക്രൈസ്തവരാണ്. ഏകദേശം 4,56,000, അതായത് 38.12% വരും. മുസ്ലിങ്ങൾ 55,074, അത് 4.6% വരും. ഇതിൽ കുറഞ്ഞത് 5 to 7% ആളുകൾ അന്യസംസ്ഥാനങ്ങളിലോ അന്യരാജ്യങ്ങളിലോ ജോലിക്കായി ചേക്കേറിയവരാണ്. ഹൈന്ദവർക്ക് ഈ ജില്ലയിൽ പ്രാതിനിധ്യം കൂടുതലുണ്ടെങ്കിലും ഹൈന്ദവ വോട്ടുകൾ ഇതുവരെ ഏകീകരിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ഈ മണ്ഡലത്തിലുള്ള ആളുകൾ അത്ര വർഗീയപരമായി ചിന്തിക്കുന്നവരല്ല എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ 3 തവണ തുടർച്ചയായി കോൺഗ്രസിൻ്റെ ആന്റണിയെയാണ് അവർ വിജയിപ്പിച്ചത്. പക്ഷേ പ്രത്യേകിച്ച് നാടിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ആന്റണിയെ തുടർച്ചയായി വിജയിപ്പിച്ചുവെങ്കിലും ഇദ്ദേഹത്തിന് മണ്ഡലത്തിന് വേണ്ടി കാര്യമായ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരു ഗുണവും മണവുമില്ലാത്ത ജനപ്രതിനിധി എന്നതാണ് അദ്ദേഹത്തിന് പറ്റിയ വിശേഷണം. ഈ വരുന്ന തവണ കൂടി ഈ നിഷ്കുണനെ ജയിപ്പിച്ചത് കൊണ്ട് മണ്ഡലത്തിന് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ കച്ചി തൊടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. പിന്നെ ഡൽഹിയിൽ പോയി ഉള്ള ബാറ്റയൊക്കെ മേടിച്ച് പോയി വരാം, അത്ര തന്നെ. അതുകൊണ്ട് തന്നെ കേരളം ഒരു പരീക്ഷണം എന്ന നിലയിൽ ഇത്തവണ ഏതാനും മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് നൽകിയാൽ അത് കേരളത്തിന് ഗുണകരമാകുമെന്ന് ക്രൈസ്തവരടക്കമുള്ള ആളുകൾക്ക് ഏതാണ്ടൊരു ചിന്ത ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് പി.സി. ജോർജിനെ പോലെയുള്ള അലവലാദികളെ നിർത്താൻ ശ്രമിച്ചാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 3 തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്താൽ ബി.ജെ.പി ജില്ലയിൽ നില മെച്ചപ്പെടുത്തി വരുന്നത് നമുക്ക് കാണാം. 2009 മെയ് 16 ഈ ജില്ലയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആന്റണി പുന്നത്താനിയിൽ 4,08,232 വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലെ ബി രാധാകൃഷ്ണ മേനോന് ലഭിച്ചത് വെറും 56,294 വോട്ടുകൾ മാത്രമാണ്. 2014 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആന്റണിയുടെ വോട്ടുകൾ 3,58,842 വോട്ടുകളായി കുറഞ്ഞപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥി MD രമേശിന് 1,38,954 വോട്ടുകൾ നേടാനായി. വീണ്ടും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആന്റണി 3,80,927 വോട്ടുകൾ നേടിയപ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ 2,97,396 വോട്ടുകൾ നേടി നില മെച്ചപ്പെടുത്തി. മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ നിർത്തിയാൽ ഇത്തവണ ജയിക്കുവാൻ വളരെയേറെ സാധ്യതയുണ്ട്. കാരണം 3 തവണ നിന്ന് ജയിച്ച യാതൊരു ഗുണവും മണ്ഡലത്തിനുണ്ടാക്കാത്ത മുതുക്ക് ആന്റണിയെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. ഇടത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതാകട്ടെ കിഫ്ബി മസാല ബോണ്ട് കൊള്ളയിലൂടെ കേരളത്തെ നശിപ്പിച്ച സത്തും കൊത്തും പറ്റിയ കൊപ്ര പരുവമായ തോമസ് ഐസക്. തലയ്ക്കാണെങ്കിൽ ഇപ്പോൾ നല്ല വെളിവുമില്ല. അതുകൊണ്ട് തന്നെ ഗോവൻ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പത്തനംതിട്ട സ്ഥാനാർത്ഥിയായാൽ വളരെയേറെ വിജയസാധ്യതയുണ്ട് എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
ശ്രീധരൻപിള്ള എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളോടും നല്ല രമ്യതയിൽ പോകുന്ന ആളാണ്. അവരുടെ ഏത് ചടങ്ങുകൾക്കും ക്ഷണം ലഭിക്കുന്ന ആളുമാണ്. ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ കേന്ദ്ര നേതൃത്വവുമായി അടുപ്പിക്കുന്ന ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന ആളുമാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ബന്ധങ്ങൾ മണ്ഡലത്തിൻ്റെ വികസനത്തിന് കൂടുതൽ സാധ്യതകൾ ഉണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തിന് ആകെയുള്ള ഒരു സൂക്കേട് തട്ടുദോശ ചുടുന്നത് പോലെ ബുക്കുകൾ എഴുതി കൂട്ടും എന്നത് മാത്രമാണ്. കെ സുരേന്ദ്രൻ ഇത്തവണ മത്സരത്തിനില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചതുകൊണ്ട് പത്തനംതിട്ടയിൽ നിർത്തിയാൽ വിജയസാധ്യതയുള്ളയാൾ ശ്രീധരൻപിള്ളയാണ്. അവിടെ നിന്ന് അദ്ദേഹം ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനവും ഉറപ്പാണ്. പക്ഷേ അമേദ്യം PC ജോർജിനെയും മകനെയും പരിഗണിച്ചാൽ അത് ആത്മഹത്യാപരമായിരിക്കും. പിള്ളയെ പോലെയുള്ളവരെ പരിഗണിച്ചാൽ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചവർക്കുള്ള ഒരു പ്രചോദനവുമായിരിക്കും ഇത്തരം തീരുമാനങ്ങൾ. അവസാന നിമിഷം അമേദ്യങ്ങളെ നൂലിൽ കെട്ടിയിറക്കുന്ന പണി BJP ദയവായി നിർത്തണം എന്ന് ചുരുക്കം. പാർട്ടിയിലുള്ളവരെ വെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ചങ്കൂറ്റം കാണിക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.